ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് നമ്മള് മത്തങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, വള്ളി വീശി മത്തങ്ങയിൽ പൂവൊക്കെ ഇട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നൊരു മത്തങ്ങ നല്ല പാകമായിട്ട് നിൽപ്പുണ്ട്. അത് നമുക്ക് ഇന്ന് എടുക്കാം. അത് കൂടാതെ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നല്ലോ മിക്കതും കായ്ച്ച കുത്തി പോവാണ്. അപ്പം അതിന് നമുക്ക് എന്താ ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ വള്ളി കയറി കയറി ഇവിടം വരെ എത്തി. അപ്പം നമ്മള് അന്ന് മുഴുവനും കുത്തി കുത്തി കളയുമായിരുന്നു. അപ്പം നമ്മള് കവറൊക്കെ കെട്ടി നമ്മള് ഇട്ടായിരുന്നു. കവർ കെട്ടി ഇട്ടതെല്ലാം കുത്തിപ്പോയി. അവസാനം നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതുണ്ട്, ഈ വാഴക്കച്ചി. അതായത് ഒരു ചെറിയ മൊട്ടാവുന്ന സമയമാകുമ്പോ തന്നെ ഇതിലില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതാകുമ്പോഴേക്കും തന്നെ നമ്മൾ ഈ വാഴയുടെ കച്ചി എടുത്തിട്ട് ഇതെല്ലാം നമ്മൾ കെട്ടി വെച്ചേക്കണം കേട്ടോ. വാഴക്കച്ചി എടുത്ത് അവത്തേലങ്ങ് കെട്ടി വെക്കുവാണെങ്കിൽ അവത്തേല് ഈ കായ്ച്ച അത് മടങ്ങിപ്പോയി. ഇതുണ്ടോ, നമ്മള് ഇതിങ്ങനെ ഇവത്തേലിങ്ങനെ ചുറ്റി വെക്കണം ഈ വാഴക്കച്ചി വെച്ചിട്ട്. അപ്പൊ അവത്തെ കുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് കിട്ടി തുടങ്ങിയത്. ഈ ഒരു വലിപ്പമാവുമ്പോഴേ തന്നെ നമ്മളത് ചെയ്യണം കേട്ടോ. ഇതിപ്പോ നമ്മൾ കെട്ടിയിട്ടില്ല, കണ്ടോ, ഇത് പൂ വിരിഞ്ഞിട്ടില്ല, വിരിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ കെട്ടിയാലേ ഇതിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കംപ്ലീറ്റ് കുത്തിക്കളയും. കവറിട്ട് വെച്ചാലും മുഴുവനും കവറിനകത്ത് ചീഞ്ഞ് കിടക്കുമായിരുന്നു. കവറിട്ടിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വാഴക്കച്ചി ഇങ്ങനെ ഇട്ട് കയ്യിടുമ്പോ പാമ്പ് ഇതുണ്ടോ, കണ്ടോ, മത്തങ്ങ ഒരു ഇതായി. ഇതിലും മൂത്തത് നമുക്ക് അവിടെ ഒന്നും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മൂടിയിട്ടേക്കാം. ഒരുവിധം വലുപ്പം എത്തിയതിനു ശേഷം ഈ കായ്ച്ച അങ്ങനെ കുത്തി കാണുന്നില്ല കേട്ടോ. ഈ ചെറുപ്പത്തിലെ തന്നെ കായ്ച്ച കുത്തുന്ന നമുക്ക് അവിടെയാണ് നമ്മുടെ ഒരു വലുത് നമുക്കിപ്പോ പറിക്കാനുള്ളതായിരിക്കുന്നത്. അത് പറിക്കാം. ഇവിടുത്തെ നമ്മൾ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടോ എന്റെ വള്ളി. ഞാൻ ഇതുവരെ മത്തങ്ങ നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് വെച്ചേക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടായതുമാണ് മത്തൻ ഇവിടെ. നമ്മൾ പുതിയ വീട് വെച്ചതിന് ശേഷം നമ്മൾ ഓരോ കൃഷി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പൊ 2 വർഷമായി വീട് വെച്ചിട്ട്. അങ്ങനെ അതിനകത്ത് മത്തൻ നമ്മൾ ചെയ്തത് ഇതാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് നമ്മൾ മത്തൻ കത്തിക്ക് അപ്പൊ നമ്മുടെ മത്തൻ ഇതായിട്ടുണ്ട്, നല്ല പാകമായിരിക്കുകയാണ്. അപ്പം നമ്മുടെ മത്തൻ നമുക്ക് പിടിപ്പിച്ചെടുക്കാനുള്ള, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ചാക്കിനകത്താണ് നട്ടതും. അതിന്റെ വള്ളി നമ്മൾ അവിടുന്ന് വഴി കൂടെ കയറ്റി ഇങ്ങോട്ട് വിട്ടതാണ്. നമ്മുടെ ആദ്യത്തെ മത്തനിലെ വിളവെടുപ്പാണിത്. ഇനി അത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ഒരെണ്ണം കാണിച്ചായിരുന്നല്ലോ, അതൊക്കെ ഇതിനോടടുത്ത് തന്നെ എടുക്കാറായി നിൽക്കുകയാണ്. അപ്പൊ നമ്മള് കായ്ച്ചയ്ക്ക് വേറെ കായ്ച്ചക്കണിയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ലായിരുന്നു. കായ്ച്ചക്കണിയൊന്നും നമ്മൾ കവറിട്ട് കെട്ടിയാണ് നോക്കിയത്. പക്ഷെ കവറിട്ട് കെട്ടിയിട്ട് കാര്യമില്ല. കവറിട്ട് കെട്ടിയാലും കുത്തുന്നുണ്ട്. നമ്മൾ ഈ വാഴക്കച്ചി ആ ഒരു വലിപ്പം ആകുമ്പോഴേക്കും നന്നായിട്ട് ചുരുട്ടി വെക്കുവാണെങ്കിൽ കായ്ച്ച കുത്തുന്നില്ല. അതിന് ശേഷമാണ് നമുക്ക് കിട്ടി തുടങ്ങിയത്.
ചൊരയ്ക്ക നമ്മൾ കയറിയത് ഇതിനു മുമ്പത്തെ ഒരെണ്ണം നമ്മൾ പറിച്ചായിരുന്നു. ഇത് അടുത്ത് നമ്മളെ തെങ്ങയിലാണ് കയറിയേക്കുന്നത്. ആയിട്ടില്ല, കുറച്ച് ഇത് നന്നായിട്ട് കുറച്ചിടാം. ഓരോ ദിവസവും ഇത് ഇന്ന് ഈ നാളെ ആകുമ്പോഴേക്കും ഇതിന്റെ നന്നായിട്ട് പെട്ടെന്ന് ഇത് വലിപ്പം വെക്കുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് എങ്ങും കയറ്റിയില്ല. അതങ്ങ് തെങ്ങയിലങ്ങ് കയറി. പിന്നെ അതങ്ങ് കയറട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മാവൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടേക്കുന്നതായിരിക്കും. അപ്പൊ ആ ചൊരക്ക കാണിക്കാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു മാങ്ങ നല്ല പഴുത്ത് നിൽക്കുന്ന കാണണ്ടേ. അപ്പൊ കണ്ടോ തണ്ടോടുകൂടി പറിക്കാന്ന് വന്ന, പക്ഷെ തണ്ടേന്നത് വീണുപോയി. നമുക്കിത് മുറിച്ച് കാണിക്കാം. നമ്മുടെ മാങ്ങ ഇപ്പം നമ്മള് പറിച്ചു. അത് കണ്ടോ, ഇത് കറിക്കൊക്കെ ഇടാനായിട്ട് ഈ ഒരു ഒറ്റ മാങ്ങ മതി കേട്ടോ. എല്ലാരും പറയും ഭയങ്കര, കണ്ടോ എന്നാ കളറാ നോക്കി, ഭയങ്കര കളറാ. നല്ല സ്മെല്ലും കേട്ടോ ഈ മാങ്ങയ്ക്ക്. ഇത് മറ്റേ തായ്ലൻഡ് ഓൾ സീസൺ കേട്ടോ. ഏബിലോട്ടിന് നല്ല മധുരമുണ്ട്. എന്താണോ ആൾക്കാർ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇത് പഴുത്താൽ നല്ല മധുരമുണ്ട്, നല്ല കളറുവാ. പിന്നെ ഒരൊറ്റ മാങ്ങ മതി നമുക്കൊരു കറിക്കകത്ത് ഇടാനായിട്ട്. നല്ല പുളിയും അത്യാവശ്യം പുളിയുണ്ട്. തൊലിക്ക് കുറച്ച് കട്ടിയുണ്ട്. അത് കാരണം പ്രത്യേകിച്ച് കേടുകളൊന്നും പിടിക്കുന്നില്ല. പിന്നെ മാങ്ങയ്ക്ക് ഉള്ളു കുറവാണ്. ഇത് കണ്ടോ, ഉള്ളു കുറവാണ്. അത് സാധാരണ മറ്റേ മാവിന് വലിപ്പവും ഇല്ലല്ലോ. നമുക്ക് ആ ഒരു പൊക്കത്തിന്ന് വലിയ കാര്യമായിട്ട് വലിപ്പം വെക്കുന്നില്ല. അപ്പൊ മാങ്ങയ്ക്ക് ഇത്രയും വലിപ്പം ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയ മാവിനുണ്ടാകുന്ന മാങ്ങയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ മാവൊരെണ്ണം വെക്കുന്നത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നഷ്ടം വരാനില്ല. കാരണം പഴുത്തും കഴിക്കാം, നമുക്ക് കറിക്കകത്ത് ഉപയോഗിക്കാം, ഈസി ആയിട്ട് പറിക്കാം. തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട് കേട് വരുന്നില്ല. പിന്നെ ഓൾ സീസൺ എപ്പോഴും മാങ്ങ അവതലുണ്ടാവും. ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ ആ മാങ്ങ പറിച്ചു. അപ്പോഴേക്കും ഇത് കണ്ടോ, അടുത്ത ഒരു മാങ്ങ തീരുമ്പോഴേക്കും അടുത്ത കൊല റെഡി ആവുക. ഇത് കണ്ടോ, എല്ലാ കൊമ്പിലും നമ്മളെ അടുത്ത അതിന്റെ മൊട്ട് വന്നു തുടങ്ങും. അപ്പം ഇത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങ തന്നെയാണ്. നിങ്ങൾ വെക്കണം, മധുരമുണ്ട്. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ മത്തങ്ങയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അതിന്റെ കൂടെ ചൊരക്ക കാണിച്ചു വന്നപ്പോഴാണ് മാങ്ങ കണ്ടത്. അപ്പം മാങ്ങയും കൂടെ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.